അർജുനെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കണം, തിരികെ കണ്ണാടിക്കലിലേക്ക് കൊണ്ടുവരണം എന്ന വലിയ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ് ഒരു ഗ്രാമവും അർജുന്റെ കുടുംബവും. അതിന്റെ റീച്ച് ആകാൻ ഒരു സെക്ഷൻ എവിടെ അയാന് പപ്പ എന്തിന് എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു ഇളിഞ്ഞ വർത്താനം പറയുന്നത് കേട്ടോ. എല്ലാ കൊലയിലും ഉണ്ടാവുന്നടാ ഇതേപോലത്തെ ഒരു ചീഞ്ഞ വെള്ളം. പപ്പ എന്തിനാവേ അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. പപ്പ എവിടെ പോയി? താനൊക്കെ ഏത് കാലത്താണോ ജീവിക്കുന്നത്? സാമാന്യ ബോധം എന്നൊരു കാര്യമുണ്ടോ തനിക്ക്? പപ്പ ലോറി പോയോ? എവിടെ പോയതാ? എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. രോമാറ്റം നോക്കി. എവിടെ പോയതാ പപ്പ? ലോറി പോയോ? ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ട്. നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം നാക്ക. ലോറി വരുവോ? ഇനി ലോറി വരുവോ? ലോറി കയറിയോ? ഇതൊക്കെ എന്തിനിവിടെ പറയാൻ പോകുന്നു? ദീപസ്തംഭം മഹാശ്ചര്യം. എനിക്കും കിട്ടണം പണം. പപ്പ ലോറി പോയി. ഇതാണോ ലോറി? ഇതാണോ പപ്പന്റെ ലോറി? എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? കഷ്ടം. ഇതാണോ പപ്പന്റെ ലോറി? അയാളിതിൽ കേറുവോ? ആണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിച്ചാട്ടോ. അയന് പപ്പന്റെ ലോറി ഞാൻ എടുത്തോട്ടെ. മണ്ണ് പോരാൻ പറ്റുമോ? ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ലോറിയിൽ മണ്ണെടുക്കാൻ പറ്റുമോ? കഷ്ടം. തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും. വിനാശകാലേ വിപരീത ബുദ്ധി. ഞങ്ങൾ പോട്ടെ പോട്ടെന്നാ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നുമോനെ. ഞാൻ പോകുന്നു. ബൈ.